എല്ലാവർക്കും നമ്മൾ വന്നേക്കാണ് ഫിയർ ടു ഫാതം അടുത്തൊരു എപ്പിസോഡായിട്ട്. രാവിലെ തന്നെ എന്തായാലും നമ്മുടെ കപ്പൊക്കെ ഇവിടെ വലിച്ചെറിയാം. ആൻഡ് നമ്മുടെ കോണർ നമ്മളെ വിളിക്കുന്നുണ്ട്. ഹേയ് കോണർ, ഞാനുണ്ട്. ഹലോ. സോം പറയണ ഇവിടെ ക്യാമ്പ് ചെയ്യണത് ആരും ബോധർ ചെയ്യണില്ല, പെർമിറ്റ് കൊടുക്കണേന്. എന്ത് സ്മോക്ക്? നമുക്ക് അവിടെ എന്താ ക്യാമ്പ് ഫയറിന്റെ തീയാന്നാണ് നമ്മൾ പറയണേ. പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ക്യാമ്പ് ഫയറിന്റെ തന്നെയാണോ, ചിലപ്പോ കാട്ടു തീയാണെങ്കിലോ. സോ ഞാൻ കണ്ടുണ്ട് അത് കാട്ടു തീയാണോ ക്യാമ്പാണോന്ന് ഒരു ഐഡിയ ഇല്ല. സോ നമ്മളെല്ലാ ആളും സൺ ഓഫ് വെച്ചേ അവിടെ തീ കൊടുത്ത ആൾക്കാരാ. കണ്ട് അതൊരു രജിസ്റ്റേർഡ് ക്യാമ്പ് സൈറ്റ് അല്ല, അവിടെ ക്യാമ്പ് ചെയ്യാൻ പാടില്ലാന്ന് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവിടെ ക്യാമ്പ് ചെയ്തിട്ടേ ക്ലീൻ ആക്കാണ്ട് പോകുന്നു. ഈ കാട്ടിലോരോന്നൊക്കെ ഇട്ടിട്ട് ചെയ്യാ. അപ്പൊ ആള് പറഞ്ഞു നീ പോയി ചെക്ക് ചെയ്യാനേ സേഫ് ആണോ ചോദിക്കാം. ഓക്കെ, ബിയർ സ്പ്രേ ആണെങ്കിൽ സേഫ് ആണ്. ഇപ്പൊ സന്ധ്യയില്ല, വേഗം പോവാതാണ് നല്ലത്. ടോർച്ച് കൈ പിടിച്ചേക്കാം. ബിയർ സ്പ്രേ ഇതാണോ സ്പ്രേ? എന്നെ വേറെ വല്ലവരും കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല. നമുക്ക് അങ്ങടാണ് പോണ്ടേ. ബിയർ സ്പ്രേ, ബിയർ സ്പ്രേ ആരും എടുത്ത് വരണ്ട. എന്റെ ബിയർ സ്പ്രേ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞേ. അങ്ങോട്ട് പോയാ നമ്മുടെ ഗേറ്റിന്റെ അവിടേക്ക്. സിങ്ങടാണ് പോണ്ടേ. ഇവിടെയാണ് തീ കൊടുത്തിരുന്നത്. കോഷൻ ബിയർ ഇൻ ഏരിയ. എന്താ എന്റെ കയ്യിൽ ബിയർ സ്പ്രേ ഉണ്ടാ. അങ്ങനെ 8:37 രാത്രി. ഓക്കെ, സോ നമ്മൾ ഈ കേട്ടടേ. എന്റെ ഒരു ബിയർ സ്പ്രേ ഉണ്ട്, ആരും എടുത്ത് വരരുത്. നോ ക്യാമ്പിംഗ് വൈലേഷൻ വിൽ ബി. ഇവരെ കൊല്ലുന്നാണ് ഇവിടെ എഴുതി വെച്ചാണ്. ഇവിടെ നിന്നിട്ട് ആരോ വന്ന് ക്യാമ്പ് ചെയ്തേ. ആരോ ഓളി കിട്ട സൗണ്ട് നിങ്ങൾ കേട്ടാ? ഹലോ, ആരുടെ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്താണ്? ഓ, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ടവർ എന്നുള്ള വ്യൂ കൊണ്ട് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായി. ഓക്കെ, എടാ ആരെ ചൂളടിക്കണു? എടാ Anybody there? അയ്യോ, എനിക്ക് പേടിയാണോടെ. എവിടെ വന്ന് പെട്ട നമ്മള്? ഈ തീ കെടുത്തണെന്നാണ് എന്നോട് ആള് പറഞ്ഞേ. പക്ഷെ ഇവിടെ ആരും ഉണ്ടേ. ഓക്കെ, ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, തീ കെടുത്തി. നമുക്ക് തിരിച്ചു പോവാം. നമ്മൾ ഈ ട്രെയിനിൽ തന്നെ പോണം. വേഗം പോവാം. ഈ ട്രെയിനിൽ നിന്ന് പുറത്തു പോയാൽ നമ്മളെ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ നമ്മൾ അങ്ങനെ ഞാൻ ടവറിലേക്ക് തിരിച്ചു വന്നു. കാടിന്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് എനിക്കൊരു പേടി തോന്നി. എന്തോ ഒരു സംഭവം, എന്തോ പോവാന്നുള്ള ഒരു പേടി. ഞാൻ നമ്മൾ തിരിച്ച് നമ്മുടെ ടവറിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്റെ അളിയാ, ഇവിടെ എന്തോ ഉണ്ട് കേട്ടാ. ഇനി ഇവിടെ ആരെയും വരുമോന്ന് എനിക്കറിയില്ല. ഇതെനിക്ക് തുറന്നു കണ്ടത് ഇഷ്ടല്ല. എങ്ങനെയോ നമ്മൾ തിരിച്ചെത്തി. എനിക്ക് കോണറിനോട് പറയണമെന്ന് അവിടെ ഉണ്ടായ കാര്യം. ആള് കുക്ക് ചെയ്യായിരുന്നു എന്താണെന്ന്. അപ്പൊ ആള് കുക്ക് ചെയ്യായിരുന്നു എന്താണെന്ന്. അപ്പൊ ക്യാമ്പ് സൈറ്റിനെ കുറിച്ച് വെയിറ്റ്, ഒരു ചൂളടി എനിക്ക് കേക്കാം. എന്തിനെ കുറിച്ചാണ് ഇപ്പൊ പറയണേ? ഓ, ഈ മാസം 3-ാമത്തെ വട്ടം അവിടെ തീരുണ്ടായിരുന്നു ഇതുപോലെ കുറെ ആൾക്കാർ. ഒരു സ്ക്രീം എന്തെങ്കിലും വേറെ ഉണ്ടായിരുന്നു. സോ നമ്മളൊരു സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അത് പറയാം, ഫോക്സസിന്റെ സൗണ്ടാണ്. അതൊരു ലേഡിയുടെ സൗണ്ട് പോലെയാന്ന് കേൾക്കാന്ന്. പക്ഷെ അതൊരു മാൻലി സൗണ്ട് ആയിരുന്നു. നിങ്ങൾ കേട്ടില്ലേ? അവിടെ കുറെ റേഞ്ചേഴ്സ് ഉണ്ട്. അവരുടെ സൗണ്ട് ആയിരിക്കാന്ന്. കിഡ്സിനെ കണ്ടുപിടിക്കാൻ പോയ റേഞ്ചേഴ്സ്. എനിക്കറിയില്ല. പാരന്റ്സ് പറയണ അവിടെ ഒരു വിസില് കേട്ടു എന്നാണ്. ഓ, എന്തൊരു എൻറ്റിറ്റിയൊക്കെ അവിടെ ഉണ്ടെന്ന് ആൾക്കാർ പറയണ്ടെന്ന്. വെറുതെ പറയല്ല അത്. ശരിയുടെ ഇവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പേടിപ്പിക്കും. പക്ഷെ ഞാൻ സത്യം പറയാൻ കഴിച്ചു. ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങള്. ആരെ വിസിലടിക്കുന്ന സൗണ്ട് എനിക്ക് കേക്കാണ്ടേ? എനിക്ക് കേക്കാണ്ട്.
കെയില നെൽസൺ നമുക്കൊരു സാധനം ഉണ്ടാക്കണേ ഇത് അയച്ചു തന്നിട്ടുണ്ട്. പിസ്സ പോലത്തെ ഒരു സാധനം. പിസ്സ പാസ്ത ബേക്ക് അൺകുക്ക്ഡ് പാസ്ത മെറീന സോസ് പെപ്പറോണി മോസില ചീസ് ഇതൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നു. ഇത് പെപ്പറോണിയാണ്. ഇതൊന്നും മീറ്റ് എന്താ മോസില്ല ബഫ്. എടാ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കേട്ടാ. എന്റെ പൊന്നെ. ഓക്കേ ഇതിലിട്ടു. ഞാൻ ഇനി എന്താ വേണ്ടത്? മറീന സോസ് സെറ്റ് പെപ്പറോണി ഡൈസ്ഡ് ഇത് ബേക്ക് ചെയ്യണം. കോണറല്ലോ ഇവർ റിപ്പോർട്ട് ചെയ്തു അതോറിറ്റിക്ക്. അവർക്ക് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്താ ഈ സൗണ്ട് കേട്ടേന്ന്. ഓക്കെ സോ ഇന്നത്തെ റിപ്പോർട്ട് ചെയ്യണം നമുക്ക്. 17 ചൂടെത്രയാ? 48.9 17. ക്ലൗഡ്സ് ഉണ്ട്. ഗെയിം തെറാപ്പിസ്റ്റ് അടിച്ചു ഞാൻ. ഇത് 17. എടാ എന്റെ പേര് ഗെയിം തെറാപ്പി. എനിക്കറിയില്ല. നോക്കുകേടാ ഇതേതാ ഗെയിം തെറാപ്പിസ്റ്റ് ഏതാന്ന്. ഓ സാരേടാ എനിക്ക് ബെഡിലിരുന്ന് ഈറ്റ് ചെയ്യാൻ ഇഷ്ടന്ന്. ബെഡിലിരുന്ന് ഈറ്റ് ചെയ്യാടാ. ഇത് മൊത്തം ഇയാള് തിന്നാൻ പോവാ. അടിപൊളി. ഇത് മൊത്തം തിന്നാടെ ഇയാള് ഒരു ദിവസം രാത്രി. എടാ ഈ പാത്രത്തിറങ്ങി ഇയാൾ തിന്നണേ. കിടിലുണ്ടായിച്ചുണ്ടെന്ന്. ഓക്കെ മതിയായി. ഭാഗ്യം അറ്റ്ലീസ്റ്റ് മതിയായി എന്ന് പറഞ്ഞു. സോ റിപ്പോർട്ട് ചെയ്തിന് നമുക്ക് കിടന്നുറങ്ങാം. വേറെ വരുത്താനൊന്നുമില്ല. എടാ ഇത് പിന്നെയും കത്തിക്കണോ എന്റെ അളിയ. ഇത് തീരുമാനാവുന്ന കഴിച്ചെങ്കിൽ ഇതാണേ. ഇവിടെ സൗണ്ട് കേക്കാണ്ട് എനിക്ക്. ഓ മൈ ഗോഡ്. ഇവിടെ എവിടെയാണ് ചൂളടി കേക്കാളെ കേട്ടാ. എടാ ആള് ഇവിടെ നടന്നു വരുന്നുണ്ടാ. ഓടിക്കോ. എടാ ആള് ഇവിടെ നടന്നു വരുന്നേ. ഓ ഇത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാലേ നമ്മളെ അവർക്ക് കാണും, നമുക്ക് അവരെ കാണില്ല. ഫുൾ കാടായോണ്ട് വെറുതെ എന്തിനാണ് വല്ലവരെയും കാര്യം നോക്കണേ. ഒഴുക്കി കത്ത് ചൂട് മാറിയ. അങ്ങനെ ഒരു നൈറ്റും കൂടി കഴിയാൻ പോവാണ്. കിടന്നുറങ്ങി. അങ്ങനെ 2:27 പിന്നെ ഇയാൾ എണീറ്റു. എടേ ഈ രാവിലെ എണീക്കണ സ്വഭാവം നല്ലതല്ല. ചൂളടിയെ കണ്ടേക്ക്. എടാ വന്നു. അയ്യോ ആരോ വന്നടാ. ആരോ വന്നു. അന്നഴലിയാണ്ടൊരു കൊമ്പുള്ള. ഓ മാൻ. ഓൾസോ നമ്മൾ ഇവിടെ വർത്താനം പറഞ്ഞാൽ നമ്മുടെ ഈ മൈക്ക് ഇതാക്കും. ഞാൻ ആക്ച്വലി ആ മൈക്ക് ഡിസ്കണക്ട് ചെയ്തിട്ടു. ഞാൻ എണീറ്റുണ്ട്. ചാത്തനത് അതെന്ത് സാധനം? ചാത്തൻ സേവിയാ. ഓണറിനോട് സംസാരിക്കണം പിന്നെ ഈ രാത്രി. എന്തിനടാ? കോണർ ഉറങ്ങാൻ ഇതോണേ. ഹലോ നിനക്കറിയാതെ എന്ത് സമയാന്ന്. പക്ഷെ എന്റെ വീടിന്റെ പുറത്ത് ഒരാൾ വന്നടാ. നിനക്ക് രാവിലെ വരെ വെയിറ്റ് ചെയ്തൂടെന്ന്. ആ സ്കള്ള അവിടെ ആരോ കൊണ്ടുവച്ചു. ഇത് മറ്റേ കാണാണ്ട് പോയ കിഡ്സിലെ വല്ല ആൾക്കാരായിരിക്കും. ഇവിടെ നിങ്ങൾ കളി പ്രാങ്കാന്ന്. പക്ഷെ ഇതൊരു റിച്വല് പോലെ എനിക്ക് തോന്നാം. അതാണ് ചാത്തൻ സേവ പോലെ. സോ നാളെ ആരെയും അയക്കാന്ന് ഇങ്ങോട്ട് ചെക്ക് ചെയ്യാൻ. ഇത് പ്രാങ്കാന്ന് നിങ്ങക്ക് തോന്നണ്ട ഗയ്സ്. ഓടാ ഇത് പ്രാങ്ക് ഒന്നല്ല. ഇങ്ങനെയാണോ പ്രാങ്ക് ചെയ്യണേ? കിടന്നുറങ്ങാൻ നമുക്ക് അത് നല്ലത്. അങ്ങനെ മൂന്നാമത്തെ നൈറ്റ് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റു. എനിക്കറിയണ്ടായിരുന്നില്ല അന്നുണ്ടായത് ഒരു ഡ്രീം ആയിരുന്നു അത് റിയൽ ആണോന്ന്. പക്ഷെ കോണർ ചുമ്മാ അങ്ങനെ പറഞ്ഞു അത് പ്രാങ്ക് ആണ് അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് ആ നൈറ്റ് അത്ര സുഖകരമായിരുന്നില്ല. ഒരു ഡാർക്ക് ഫീൽ ആയിരുന്നു. അങ്ങനെ 8:34 PM ആയി. പിറ്റേ ദിവസം നൈറ്റ് 3 ആയി. സോ ഞാൻ രാത്രി ഇവിടെ എന്താ ക്ലീൻ ആക്കണം. എന്താ മണ്ണൊക്കെ ആയാലോ. ഇയാള് പിറ്റേ ദിവസം ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കായിരുന്നു. വല്ല ഫയർ ഉണ്ടോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ. ഫ്ലാഷാ. എടാ ആരെ ഫ്ലാഷ് വിട്ടടാ. നീ മൂഞ്ചണം. നീ
എന്താ പറയാ പ്രാങ്ക് അല്ലേ? ഇപ്പൊ എന്താ ഹെൽപ്പ് വേണം നിനക്ക്? കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിന്നെ. പറ എന്താണ്? This is Jack. Thank goodness. I'm lost and I'm പറ എന്താണ്? This is Jack. Thank goodness. I'm lost and I'm ഇത് കോണറല്ലേ? ഇത് ഏതൊരു നിക്കറാ? ഇയാള് വൈകിട്ട് പോയിന്ന്. നൈസ്. എന്താണ് സംഭവിച്ചത്? I don't even know where to start. I went out to explore the area and lost track of time. ആള് വൈകിട്ട് പോയിന്ന് കിടില. And now it's dark and I can't remember the trail back to my truck. ഇപ്പൊ രാത്രിയായി. ഞാൻ പോയ വഴി എനിക്ക് അറിയില്ല. തിരിച്ച് ട്രെയിനിൽ കയറാലോ വഴി അറിയില്ല. ഞാൻ ഇപ്പൊ ഫുൾ മരങ്ങളുടെ ഇടയില. എവിടെയാന്ന് ഇവനെ അറിയില്ല. Shooting a few flare gun shots might get someone's attention, but no one's come yet. ഓ ഇവനാണ് ഫ്ലയർ കണ്ടടിച്ചേ. എനിക്കറിയില്ല. Intersection now, but I can't remember if I should take the right trail or ലെഫ്റ്റ് പോകോ. I thought I looked familiar. ലെഫ്റ്റ് പോകോ. നീ വഴിയിലെത്തി മൂഞ്ചി. എവിടെ ഉണ്ട്? എന്നെ കേൾക്കണ്ടെന്നാടാ. I hear your whistles. I see you behind the trees to my right. ഞാനില്ലാന്ന് പറഞ്ഞു. ആരോ വന്നടാ. ബ്രോ എന്താ ആവശ്യം നിനക്ക് ഈ ടൈമിലൂടെ വരണ്ടേ? അവൻ ഫുഡ് കൊണ്ട് വന്നേക്കണു. പേടിച്ചു പോയി. ആരോ വന്നുണ്ട്. ഇവനെയാണ് ചെക്ക് ചെയ്യാൻ വിട്ടു എന്ന് പറഞ്ഞില്ലേ മറ്റേ? അതാണിത്. ഞാനൊരു ഹൈക്കറിനെ ഹെൽപ്പ് ചെയ്യായിരുന്നു. ദൈവമേ അത് പ്രശ്നമാണല്ലോ എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു. സോ നമ്മുടെ സപ്ലൈസ് കിട്ടിയെന്ന്. ഓക്കെ സപ്ലൈ ഇതാ. ഓ നമ്മളെന്താണ് രാത്രി ഇന്നലെ ചെയ്യണ്ടായിരുന്നത്? അതെന്ന് പറഞ്ഞാൽ നമ്മള് മറ്റേ ക്യാമ്പ് ഫയർ നോക്കാൻ പോയതാന്ന് നമ്മള് പറഞ്ഞു. അവിടേക്ക് പോവണ്ടെന്നുള്ള രീതിയിൽ ഇയാള് പറയണം. കുറച്ച് പ്രശ്നമുള്ള ഏരിയ ആണ്. ശരി നീ വിട്ടോ. സപ്ലൈ വന്നതിന് താങ്ക് യു. അവന്റെ ഒരു സപ്ലൈയും മലരും കിടന്നുറങ്ങാൻ നോട്ടെ. ഓ മാൻ ഫുഡ് കഴിക്കാന്ന് ഇയാള് പറയണേ. എന്നാ പിന്നെ ഇനി ഇതില് വെച്ച് ചൂടാക്കണല്ലോ. സെറ്റ്. ആൻഡ് ഇന്നത്തെ റിപ്പോർട്ട് ചെയ്യണ്ടേ നമുക്ക്? ഇന്ന് 23 നോട്ട്സ് ഉണ്ട്. 23 നോട്ട്സും 55.3. എന്റെ അമ്മോ. ഇപ്പൊ വിൻഡ് ഉണ്ട് കുറച്ച്. സോ നമ്മള് വിൻഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരി ഇനി ഫുഡ് കഴിക്കാം. മാൻ ഇവിടത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷമുള്ള വർക്കല്ല ശരിക്കും പറഞ്ഞാ. എന്തായാലും ഫുഡൊക്കെ കഴിക്കാം. കിടിലം ഫുഡായിരുന്നു. അപ്പൊ ലൈറ്റ് എടുത്ത് കിടന്നുറങ്ങിയാലോ? എടാ ഇത് പിന്നെയും കത്തിക്കാനാടാ പറയണേ. എന്തിനാടാ ഇത് കത്തിക്കണേ? എനിക്ക് ഈ അടിയിലേക്ക് പോവാൻ പേടിയാവുണ്ട്. അത് മാത്രല്ല നമ്മളൊരു സാധനവും കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ നിങ്ങള്? അതും കൂടി ആയപ്പോ എന്റെ പേടി ഇരട്ടിയായിട്ടുണ്ട്. ആരോ ഇവിടെ കേറി വരും കൂടി ചെയ്തു. ഓഫീസർ അല്ലാണ്ട് സ്വപ്നം കണ്ടാണോന്ന് പോലും ഇയാൾക്ക് അറിയില്ല. ഈ സാധനം എടുക്കാൻ വരലാണ് ഏറ്റവും വലിയ പേടി. എന്റെ രോമം അവിടെ എണീറ്റിട്ടുണ്ട്. സീരിയസ്ലി ഒന്ന് മരിച്ച ഗെയിമുകാരെ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. ഓ വൈ ആരാണ് വെച്ചാൽ നിന്നോടെ വിട്ടേ? ഞാൻ മരിച്ചൂടെ ലിറ്ററലി. സത്യം നീ ഒറ്റയ്ക്കാണെങ്കിൽ നിനക്ക് പോലെ നിനക്ക് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നു. അറിയൂ ഞാൻ അവിടുത്തെ ഒരു വർക്കറാണ്. ഇവിടുത്തെ എന്റെ ഡെയിലി റുട്ടീൻ ചെയ്യാൻ വന്നാണ്. ഇവിടെ ഒരു റേഡിയോ ടവറിന്റെ മെയിൻ്റെനൻസിന് വന്നതാണ്. ഓ നീ അല്ലേ ഇവിടെ പുതിയത് വന്ന ആള് പറഞ്ഞു. നീ സത്യം പറഞ്ഞ ഈ ഇരുട്ടത്തേക്ക് ആള് വർക്ക് ചെയ്യോടെ ചോദിച്ചു നോക്കാം. എല്ലാ സൺഡേയും ഞാൻ ഇത് റെഡി ഇങ്ങനെ ചെയ്യാറുണ്ട്. തീനുള്ള സാധ്യത കൂടുതലാന്ന് പറയാൻ വേണമെങ്കിൽ. അല്ലെങ്കിൽ ആളോട് ചോദിക്കാം വല്ല തീ കണ്ടോന്ന്. ആബ്സല്യൂട്ട്ലി. ബട്ട് സം ഫയർ ആർ മീൻ ടു ബി ബേൺ ആൻഡ് നോ എമൗണ്ട് ഓഫ് പ്രിവെൻഷൻ ക്യാൻ സ്റ്റോപ്പ് ദം. ശരി ഞാൻ ടവറിലേക്ക് പോവാ. ശരി ബൈ. അടി ഇവൻ എന്റെ പേരറിയാം. ജാക്ക്. ഹോപ്പ് യു സ്ലീപ് വെൽ. റിമെമ്പർ ഞാൻ എന്റെ പിന്നാലെ പോവാ. ഹേയ് I want to come with you, brother. Hey. ഇയാള് കാട്ടിലോട്ട് നടന്നു പോയതാ. ട്രെയിന് പോലും നോക്കാണ്ട്. ഇയാളെനിക്ക് ഭയങ്കര സസ്സടിക്കണടേ. അറിയില്ല, മേ ബി നമ്മുടെ പേടിക്കാരനാവാം. ഭയങ്കര സസ്സടിക്കണമെങ്കിൽ. എന്ത് സ്മോക്ക്? യെസ്, ഞാൻ ഫയർ വുഡ് എടുക്കാൻ പോയതാടാ. നിനക്കൊരു കൊല്ലെടുക്കുമെന്ന്. സോ നമുക്ക് ഇയാളോട് പറയാം റേഡിയോ ടവർ നേരെയാക്കണ ആളെ കണ്ടുന്ന്. റേഡിയോ ടവർ നേരെയാക്കണ ആള്. ഓ, ആ റേഡിയോ ടവർ
സർവീസ് ചെയ്യാണ്ട് വർഷങ്ങളായിന്നാണ് ഇയാള് പറയണേ. സോ അതാരായിരുന്നു? അപ്പൊ അതാരായിരുന്നേ? ഇവൻ പറയണേ ഈ കിഡ്സ് പോലത്തെ ആൾക്കാർ നിന്നെ പ്രാങ്ക് ചെയ്യുന്നത് എന്താ ഇവൻ പറയണേ? പക്ഷെ നമ്മുടെ പേരറിയ ആൾക്ക്. എന്തായാലും ആ പുള്ളിക്കാരൻ ഈ റൂൾസ് പ്രോഹിബിറ്റ് ചെയ്തിട്ട് ഇവിടെ കയറിയ ഒരാളാന്ന് പറയണേ. Next time you see him, get his information or take a photo. We need to figure this out. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വയ്യേരി. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്ന. അങ്ങനെ 2:34 AM ആയി. അഗൈൻ ഇയാള് We got another one. I know it's late, but you're gonna want to see this one, Jack. കോണർ എന്താ പറയണേ? Jack, you copy? ഈ നേരത്തെ എണീറ്റിട്ട് Jack, you copy? യെസ്. Tell you what, I don't have the energy to do this right now. I've been here busting my ass, working on that old piece of garbage generator. ഓ ഇയാളുള്ള ജനറേറ്റർ നേരെയൊക്കെ നിൽക്കായിരുന്നു. More smoke to my west. Looks like we got another camper. ഞാൻ വേറൊരു സ്മോക്ക് കണ്ട് വെസ്റ്റ് സൈഡില്. വേറെ ഏതോ ക്യാമറാന്ന് തോന്നേന്ന്. Your sector. നിന്റെ സെക്ടറിലാണത്. നോക്കി നോക്കാൻ. ഓ ഇത് ആരടാ ക്യാമ്പ് ചെയ്യണ വാഴകള്? You know what? If they don't run away this time, take their photos and IDs. അവര് ഓടിപ്പോയില്ലെങ്കിൽ അവരെ ഫോട്ടോയോ ഐ ഡി എടുക്കാൻ. ഓക്കെ. പിന്നെ പ്രശ്നം കൂടുകയാണെങ്കിൽ HQ-നെ വിളിക്കാൻ. പിന്നെ എന്ത്? Take me tomorrow morning. I'm gonna get some rest. ശരി. അതെവിടെയാടേ? ഓ എടാ ചാത്ത സേവ. ഇവനാണ് എന്റെ വീടിന്റെ അവിടെ വന്നിട്ടായേ. നമ്മുടെ ജനാലയിൽ കണ്ടത് ഇങ്ങനത്തെ ഒരാളാ. നമുക്ക് ഫോട്ടോ എടുക്കണമെന്ന്. ഫോട്ടോ എടുക്ക്. അവരെ കൂടെ പോയി. ഓ എടാ അവര് വരുന്നടാ. അയ്യോ ടൈമില്ല. പെട്ട് കൂടെ അവരിപ്പോ അവിടെ ഉണ്ട്. ഐ ഹാഡ് ടു മേക്ക് എ റൺ. എനിക്ക് ഓടണമെന്ന്. അയ്യോ എടാ പെട്ടി. സോ ഇപ്രാവശ്യം ഒന്നും നോക്കരുത്. പെടച്ചോടി പോണം. ഓക്കെ അതാണ് എന്റെ ആഗ്രഹം. പെടച്ചോടി പോണം. ഓടിക്കോ. ആൾക്ക് ഭയങ്കര സ്പീഡാ. നമ്മൾ വേഗം ഓടിപ്പോണം. റേഞ്ചർ ക്യാബിനിലേക്ക് ഓടിപ്പോയി ഇയാൾ പറയണേ.